പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന കടയുടമ ഇപ്പോൾ NIA ചോദ്യം ചെയ്യുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ബൽറാം പോകാൻ പോകുന്നത്. ഭീകരാക്രമണത്തിന് 15 ദിവസം മുമ്പാണ് ഇയാൾ മേഖലയിൽ കട തുറന്നത്. എന്നാൽ ഭീകരാക്രമണം നടന്ന ദിവസം കട തുറക്കാതിരുന്നതാണ് ഇയാളെ സംശയിക്കാൻ കാരണമായത്. അതിനിടെ അറബിക്കടലിൽ നാവികസേനയുടെ പരിശീലനങ്ങൾ തുടരുകയാണ്. നാവികസേന എന്തിനും തയ്യാറായിരിക്കുന്നു. മാത്രവുമല്ല, ഭീകരാക്രമണത്തിന് കർക്കശമായ തിരിച്ചടി കൊടുക്കാൻ നാവികസേന തയ്യാറായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കടയുടമയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള NIAയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. അതിനിടെയാണ് ഈ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുറന്ന ഒരു കടയിലെ ഈ ഭീകരാക്രമണത്തിന് ബന്ധമുണ്ട് എന്ന ഒരു സംശയമുണ്ടാകുന്നത്. ഈ കടയുടമ ആക്രമണം നടക്കുന്നതിന്റെ 15 ദിവസം മുമ്പ് മാത്രമാണ് ഈ കട തുറന്നത്. എന്നാൽ ആക്രമണം നടക്കുന്ന അന്ന് ഇയാൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. കൂടാതെ സംശയാസ്പദമായ ചില നീക്കങ്ങളും പെരുമാറ്റങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി മറ്റ് സമീപത്തുള്ള കടയുടമകളും ആളുകളും എല്ലാം തന്നെ സംശയം പ്രകടിപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഇയാളെ NIA സംഘം ചോദ്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശം വീക്ഷിക്കുന്നതിന് വേണ്ടി ഭീകരർ നിയോഗിച്ചതനുസരിച്ചാണോ ഇയാൾ ഇവിടെ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് NIA പരിശോധിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് NIA പ്രതീക്ഷിക്കുന്നത്. സമാനമായി തന്നെ ഈ മൈതാനത്ത് ഉണ്ടായിരുന്ന വിവിധ റെയ്ഡുകൾ അവ ആസൂത്രണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവയുടെ കരാറെടുത്ത ആളുകളെയും NIA സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100-ലേറെ പേരെ ഈ പഹൽഗാം പരിസരത്ത് മാത്രം NIA ചോദ്യം ചെയ്തു എന്നാണ് NIA വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടെ ഈ പ്രദേശവാസികളായ ഭീകരബന്ധമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും പാക് അധീന കശ്മീരിലെ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരർക്ക് ആണ് ഈ ഒരു ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്ന വ്യക്തമായ സൂചന NIAക്ക് ലഭിച്ചിട്ടുണ്ട്. കമാൻഡർ, ഈ ലഷ്കർ-ഇ-തൊയ്ബയുടെ കമാൻഡർ സാജിദ് സൈഫുള്ള ജാട്ട്, മുഹമ്മദ് ഭട്ട് എന്നിവർ ആണ് ഇതിന്റെ മുഖ്യ ആസൂത്രകർ എന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ്യിൽ ഈ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം, ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 10 തീർത്ഥാടകർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന്റെ ആസൂത്രകരും ഇവർ തന്നെയാണ് എന്ന സൂചനയും ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധമുള്ള പ്രാദേശിക ഭീകരവാദികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3000-ലധികം പ്രാദേശിക ഭീകരവാദികളെ ജമ്മുകശ്മീർ പോലീസും ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഈ ഒരു അന്വേഷണത്തിൽ NIAക്ക് നിർണായകമായി മാറുന്നുണ്ട്. പല നിർണായക വിവരങ്ങളും ഇത്തരം പ്രദേശവാസികളായ ഭീകരബന്ധമുള്ള ആളുകളിൽ നിന്നാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പാക് റേഞ്ചറെ രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും BSF കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിർത്തി മുറിച്ചു കടന്ന് ഇന്ത്യയിലെ സൈനിക നീക്കങ്ങൾ അറിയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് പിടിയിലായത് എന്ന് BSFന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം എന്നാൽ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പാക് മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താക്കുറിപ്പിലാണ് ഇത്തരത്തിൽ അവരുടെ പാക് റേഞ്ചേഴ്സിലെ ഒരു ജവാനെ ഇന്ത്യൻ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും ഇയാളെ നിയോഗിച്ചിരുന്നത് ബഹാവൽനാർ ഡോങ്ക ബോങ്ക സുഖൻവാല ചെക്ക് പോസ്റ്റിന് അടുത്താണ് എന്നും അവിടെ വെച്ചാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നും പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുമുള്ള ന്യായമാണ് പാകിസ്ഥാൻ ഈ പാക് മാധ്യമങ്ങൾക്ക് പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും ഒരു ജവാൻ ഇന്ത്യൻ BSFന്റെ പിടിയിലാണ് എന്ന പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് ഈ ഒരു ഘട്ടത്തിലും. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, പ്രത്യേകിച്ച് 2 ഇടങ്ങളിലാണ് ഈ തെരച്ചിൽ. തെക്കൻ കശ്മീരിലെ വനമേഖലയ്ക്ക് ഒപ്പം തന്നെ ഈ ഭീകരരോടൊപ്പം നുഴഞ്ഞു കയറിയ മറ്റ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്ന പീർ പഞ്ചാൽ വനമേഖല അത് വലിയ ഒരു മേഖലയാണ്. ആ മേഖലയിൽ അടക്കമുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. നെടുങ്ങാടിയാണ് ശ്രീധകർ ചേർന്നത്.